നരുവാമൂട് സ്വദേശി റിജോയുടെ വാഹനമാണിത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല അല്ലേ? എന്നാൽ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ വണ്ടിയുടെ ഒരു ദയനീയ സ്ഥിതി. ഈ വാഹനം കഴിഞ്ഞ 2-3 ദിവസമായി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലെ ചൊവ്വാഴ്ച വാഹനം ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അശ്രദ്ധമായി വന്ന ഒരു KSRTC ബസ് ഈ വാഹനത്തിന്റെ പിറകിലിടിച്ചു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. ഇതിനി ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ 10,000 കണക്കിന് രൂപ ഏതായാലും വേണമെന്ന് ഉറപ്പാണ്. കാരണം ഒരു ടയറൊക്കെ പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലാണ്. ഇതിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ ഒരു പ്രതിഷേധം രൂപേണ ഒരു ഫ്ലെക്സ് ഒക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. KSRTC ബസ്സിന് എന്തും അതിക്രമവുമാകാം എന്നൊക്കെ ഒരു ഫ്ലെക്സ് ഒക്കെ എഴുതി വാഹനം ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലാണ് ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള റിജോ ഉള്ളത്. എൻ്റെ അമ്മയുടെ സഹോദരി ഇവിടെയാണ്. അവിടെ അവർക്ക് വയ്യെന്നുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോയായിരുന്നു. അടുത്ത് അവിടെ ഒതുക്കി അവരെ വിളിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങി വരുന്ന വഴിയിൽ നോക്കിയപ്പം ബസ് ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് കയറായി വന്നപ്പോൾ ഒരു ബസ് ഭയങ്കര സ്പീഡിൽ വെളിച്ചം അടിച്ചതേ ഓർമ്മയുള്ളൂ. അതിന് മുമ്പ് ബസ് ഇടിച്ച് കാറിനെ ഒരുപാട് ദൂരം നീക്കിക്കൊണ്ട് പോയായിരുന്നു. ഒരു 15 അടിയോളം ബസ് കാറിനെ വലിച്ചെടുത്തുകൊണ്ട് പോയി അവിടെയുള്ള കമ്പിയിലിടിച്ച് വണ്ടി നിന്നായിരുന്നു. അപ്പോൾ ആളുകൾ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് KSRTC ബസ്സെല്ലാം അടിച്ച് ഒന്നും കിട്ടൂല. അത് ആൾ മരിച്ചാലും ഒന്നും കിട്ടൂല. ആ ഒരു രീതിയിലാണ് ആളുകളെല്ലാം സംസാരിച്ചത്. KSRTCയിൽ ജോലിക്ക് കയറുമ്പോൾ ഇപ്പം നേരത്തെ എന്തായാലും നിങ്ങൾ ജോലിക്ക് കയറിയല്ലേ, ആരെ ഇടിച്ച് കൊന്നാലും കേസായിട്ട് മുമ്പോട്ടോ അത് പഠിപ്പിച്ച് വിട്ടോലാണ് അയാൾ ഫുള്ള് സംസാരം രീതി മൊത്തം. ഇതിപ്പം കണ്ടു നിന്ന ആളാണല്ലോ ആനന്ദ്. അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് KSRTC ഓടിച്ച ഡ്രൈവറുടെ ഒരു അലംഭാവം തന്നെയാണോ? ഫുട്പാത്ത് കഴിഞ്ഞിട്ട് സ്റ്റെയർ ഉണ്ട്, കടയിൽ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് മുഖത്തൊരു ഫ്ലാഷ് അടിച്ച് വെട്ടം അടിക്കും പോലെ ഇങ്ങനെ തോന്നി. അടിച്ച് തീർന്നിട്ട് ഒരു 10-15 സെക്കൻഡിലും കഴിഞ്ഞു. ഫ്ലാഷ് ഇങ്ങനെ അടിച്ചതും വന്ന് ഇടിച്ചത് ഒരേ സമയത്തായിരുന്നു. ഈ ഒരു ഫ്ലെക്സ് ഒക്കെ വാഹനത്തിന് മുകളിൽ കെട്ടിയിട്ടുണ്ടല്ലോ. എനിക്കിപ്പോൾ ഈ പരാതിയായിട്ട് ഇപ്പം സെക്രട്ടറിന് മുമ്പിൽ പോയി എനിക്ക് ഒരു ഫ്ലെക്സും കെട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോലീസ് അടിച്ച് ഓട്ടിക്കും. ഇപ്പം നിലവിൽ എവിടെ പോയാലും നമുക്കൊരു നീതി കിട്ടൂലെന്ന് തോന്നി. ഇപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിന് ഏത് കാലത്ത് തീർപ്പാവെന്ന് പറഞ്ഞു. കാരണം വണ്ടിക്ക് ഇപ്പോൾ 1.5 ലക്ഷം രൂപ പണിയുണ്ട്. ഇൻഷുറൻസ് പകുതി ക്ലെയിം ആയാലും ബാക്കി ഇനി എൻ്റെ കയ്യിൽ നിന്ന്. അതിന് ഞാൻ ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. കാരണം വാഹനത്തിൻ്റെ ഫിനാൻസ് കിടപ്പുണ്ട്. അതിന് ഇനി അടുത്ത മാസം കണ്ടെത്തണം. എല്ലാം കൊണ്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിസാര കാര്യങ്ങൾക്ക് പോലും സാധാരണക്കാർക്ക് നേരെ കർശനമായ നടപടിയെടുക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യം കണ്ടഭാവം നടിച്ചിട്ടില്ല. മന്ത്രിയുടെയും KSRTCയുടെയും നിലപാടാണ് ഇക്കാര്യത്തിൽ ഇനി നിർണായകം. അവരുടെ തീരുമാനം എന്തെന്നാണ് അറിയേണ്ടത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വാഹന ഉടമയായ റിജോയുടെ തീരുമാനം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്റ്റെഫിൻ ചേർന്നു. ഗുഡ് മോർണിംഗ് സ്റ്റെഫിൻ. വേറെ നിവർത്തി ഒന്നുമില്ല എന്ന ആ ബാനർ ഒട്ടിച്ച് അല്ലെങ്കിൽ ബാനർ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ വാഹനം കാണുമ്പോൾ അറിയാം. പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് സ്റ്റെഫിൻ. തീർച്ചയായിട്ടും അതാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ KSRTC വാഹനമൊക്കെ ബസ് ഇടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ കേസിന് പോകുന്നവർ പോലും വർഷങ്ങളെടുക്കും ഇതിൻ്റെ ഒരു വിധിയൊക്കെ വരുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കേസിന് വേണ്ടി ചിലവാക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്ന വലിയ ഭീമമായ തുകയാണ്. അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നത് തീർച്ചയായിട്ടും ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഏതായാലും ഈ ഒരു KSRTC ഡ്രൈവറുടെ ഒരു അലക്ഷ്യമായ ഡ്രൈവിംഗ്, അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് റിജോയുടെ തീരുമാനം. ഇപ്പോൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി മോട്ടോർ വാഹന വകുപ്പിന് ഉൾപ്പെടെ പരാതി കൊടുത്ത് മന്ത്രിക്കടക്കം പരാതി കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. കാരണം ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർക്കറിയാം. ഇപ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഉള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കാർ വാങ്ങുക, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം. അതുപോലെയാണ് റിജോയും. പരിമിതമായ ശമ്പളം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് സ്വരുക്ക് കൂട്ടി വെച്ചാണ് ഇത്തരത്തിലൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും വാഹനം എടുക്കുന്നത്. ഇതിൽ നിന്ന് പുതിയൊരു വാഹനം എടുക്കണമെന്നൊക്കെ ഒരു റിജോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേസും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ ഇനി ഏതായാലും ഈ വാഹനം വിൽക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വാഹനത്തിന്റെ കാര്യത്തിൽ എന്താവും എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്ന്, എതിരെ നിൽക്കുന്ന സർക്കാരാണ്. ഈ പറയുന്ന ആ ഒരു യുവാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ മോശമാണെന്നും പറയുന്നു. കാലങ്ങളെടുക്കും എന്തെങ്കിലും ഒരു തീർപ്പാവാൻ. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ എന്ന് ആശംസിക്കാം.